ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊഴുത്തുവാൻ വിജയന് ലഭിച്ചത് കോടികൾ. കോഴക്കാശ് പിരിച്ച് നിക്ഷേപിക്കുവാൻ മകളുടെ പേരിൽ ഷെൽ കമ്പനി തുടങ്ങിയ ഒരു നാണം കെട്ടയപ്പൻ, കരിമണൽ കർത്തയുടെ തൊട്ടുമേടിച്ച് മകളുടെ നേർച്ചപ്പെട്ടയിലിട്ട മാനം കെട്ട ഒരച്ഛൻ. എന്നെങ്കിലും ഈ തരികടകൾ പിടിക്കപ്പെടും അന്ന് സ്വന്തം മകളുടെ മടിക്കുത്തിന് അന്വേഷണ ഏജൻസികൾ പിടിക്കും, പരസ്യമായി നാറ്റിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും മകളുടെ കടലാസ് കമ്പനിയിൽ കാശ് മേടിച്ചിട്ട ഒരു തന്തപ്പടിയുടെ മുന്നിലാണ് കമ്മിച്ചാനലിൻ്റെ അമരത്തു നിന്നും അങ്ങ് രാജ്യസഭയിലേക്ക് പറഞ്ഞു വിട്ട ബ്രിട്ടോളി പൊറിഞ്ചു ആ മുടിഞ്ഞ സാധ്യത അങ്ങിട്ട് കൊടുത്തത്. നമ്മളിട്ട ഹേമ കമ്മീഷൻ എന്ന ചൂണ്ടയിൽ കൊത്തിയിരിക്കുന്നത് നത്തോലികളൊന്നുമല്ല സഹാവേ, നല്ല മുട്ടൻ തിമിംഗലങ്ങളാണ് എന്ന് ബ്രിട്ടോളി ആ മറ്റേ ചിരിയിരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. നമ്മൾ നോക്കിയും കണ്ടും ഒരു കളി കളിച്ചാൽ കോടികൾ ഇങ്ങ് പോരുമെന്ന് അങ്ങ് പറഞ്ഞു. കാശെന്ന് കേൾക്കുമ്പോൾ മാത്രമാണ് കോരൻ്റെ കണ്ണിൽ ഒരു തിളക്കം കാണുവാൻ സാധിക്കുന്നത്. ബ്രിട്ടോളി ആ കണ്ണുകളിൽ ആ തിളക്കം കണ്ടു. മാത്രമല്ല, കോവിഡ് കാലമായിരുന്നതിനാൽ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും മുഴുവൻ ശ്രദ്ധയും ആ മഹാമാരിയിലായിരുന്നു. എല്ലാവരും ഭയപ്പാടിലായിരുന്നു. ഉറ്റവരുടെ മരണം, രോഗഭീതി, ജോലി നഷ്ടപ്പെടൽ, ബിസിനസ് മേഖലയിലെ തകർച്ചകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ. അതിനിടയ്ക്ക് മലയാളത്തിലെ മഹാവിടന്മാർ നടിമാരുടെ മുറിയുടെ വാതിലിൽ തട്ടി വിളിച്ചതും നിക്കർ ഉരുവാൻ ശ്രമിച്ചതൊന്നും ആരും അത്ര അന്ന് ഗൗനിച്ചില്ല. എന്നാൽ ഭോഗലിസ്റ്റിൽ 10,000 തികച്ച് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ ഭോഗസാമ്രാട്ട് പദവി ലഭിക്കുവാൻ പെടാപ്പാട് പോട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിടന് ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഉണ്ടാകുവാൻ പോകുന്ന മാനനഷ്ടം ചില്ലറയൊന്നുമായിരുന്നില്ല. അഭിനയവും കളിയും കൈയടക്കത്തോടെ കൊണ്ടുപോയ ഈ മഹാവിടനെ ഊതിക്കൊണ്ട് ശ്രീനിവാസൻ ഒരു പടം ചെയ്തത് മലയാളികൾ മറന്നിരിക്കുവാനിടയില്ല. എങ്കിലും കണ്ടയാർക്കും അന്നൊരു മലരും മനസ്സിലായിരുന്നില്ല. കാരണം ഈ മഹാവിടന് മലയാള സിനിമയെ കൈപ്പിടിയിൽ ഒതുക്കിയ മാഫിയ തലവൻ എന്നതുകൂടാതെ പത്മശ്രീ, ഭരത്, താരരാജാവ്, ബാബാവിനെ ചക്രവർത്തി, ലഫ്റ്റനന്റ് കേണൽ, പൂജപ്പുരയിലെ ടിൻറ്റുമോൻ തുടങ്ങിയ പദവികൾ വരെയുണ്ടായിരുന്നു. വിഗ് വെച്ച് നടക്കുന്ന മുതുക്കൻ്റെ കുത്തിക്കടപ്പിനെ പ്രണയമെന്ന് മലയാളികൾ വിളിച്ചു. തൻ്റെ മാനം പോകുമെന്ന് പേടിച്ചിരിക്കുന്ന ഒരു മഹാനടനെ മാത്രം പിടിച്ചാൽ ഒരു 100-200 കോടി ഇങ്ങി മറിയും എന്ന് ബ്രിട്ടോളി പൊറിഞ്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. മാൻഡ്രേ ഡീലാക്കിക്കോളാൻ അനുമതി കൊടുത്തു. കർത്തയുടെ 1 കോടി തൊട്ടിടുവാൻ മകളുടെ നേർച്ചപ്പെട്ടി തുറന്നു കൊടുത്ത തന്തപ്പടി മഹാവിടൻ്റെ തൊട്ടിടുവാൻ എന്തും തുറന്നു കൊടുക്കും എന്നതൊരു പ്രപഞ്ച സത്യം മാത്രം. മാൻഡ്രക്കിന് ബ്രിട്ടോളിയെ വളരെ ഇഷ്ടവുമാണ് വിശ്വാസവുമാണ്. കാരണം അന്തംകമ്പികളുടെ വംശത്തിൽ അത്യാവശ്യം എഴുത്തും വായനയും അറിയാവുന്നതും 2 വാക്ക് വലിയ തെറ്റുകൂടാതെ പറയുവാൻ ലവനെ പറ്റത്തുള്ളൂ. മഹാവിടൻ മലയാള സിനിമയുടെ ഭോഗസാമ്രാട്ടാകുവാൻ ശ്രമിക്കുമ്പോൾ ചാനൽ ഷോയിൽ അവിലുണ്ടാക്കുവാൻ വന്ന അക്കച്ചിയെ വരെ വളച്ച ബ്രിട്ടോളിയുടെ ആ കഴിവിലും കാരണഭൂതത്തിന് വളരെ അഭിമാനമുണ്ട്, ആരാധനയുണ്ട്. അങ്ങനെ ആ ഡീലുണ്ടാക്കി 4.5 കൊല്ലം ആ റിപ്പോർട്ട് മുക്കി. അതിൻ്റെ പങ്ക് കിട്ടാതിരുന്ന ചില പാഷാണത്തിൽ കൃമികളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്താകുവാൻ കിണഞ്ഞ് പണിയെടുത്തത്. എന്നാൽ വാങ്ങിച്ച പണത്തിനുള്ള കൂറ് കാണിക്കണമെന്ന് ബ്രിട്ടോളി പൊറിഞ്ചു മാൻഡ്രക്കിനെ ഓർമ്മിപ്പിച്ചപ്പോൾ, എന്നാൽ റിപ്പോർട്ടിലൊരു കടുമിട്ടാകാമെന്ന് കോരസൻ പറഞ്ഞതിനാലാണ് വാലും തലയുമില്ലാതെ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തിറങ്ങിയത്. അന്തംകമ്പി തറവാട്ടിലെ പീഡനത്തിൻ്റെ തീവ്രത അളക്കുന്ന സ്പെഷ്യലിസ്റ്റുകളായ കൊച്ചുബാലനും ശ്രീമതിയും തീവ്രതാ സ്കെയിലുമായി നടത്തിയ ആ പരിശോധനയിൽ തീവ്രത വളരെ കുറഞ്ഞ പീഡനമാണ് നടന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മഹാവിടന് ആശയുണ്ടെങ്കിലും പഴയതുപോലെ പ്രഹരശേഷി ഇല്ല എന്ന കണ്ടെത്തലിലാണ് അവർ ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരകൾ ഇതൊന്നും അത്ര കാര്യമാക്കില്ല എന്നാണ് തീവ്രതാ സ്പെഷ്യലിസ്റ്റുകളുടെ അന്തിമ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു നിയമജ്ഞ എന്ന നിലയിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഇരകളുടെ വിവരം രഹസ്യമാക്കി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ വേട്ടക്കാരന്മാരായ മഹാവിടന്മാരുടെ പേരുകളടക്കം അങ്ങ് നീക്കം ചെയ്തു കൊടുത്ത് കിട്ടിയതിൻ്റെ നന്ദി കാട്ടി സ്വകാര്യത വെളിപ്പെടുത്തുന്ന 21 ഖണ്ഡികകൾ ഒഴിവാക്കണമെന്നും കൂടുതൽ എന്തൊക്കെ ഒഴിവാക്കണമെന്ന് സർക്കാരിന് തന്നെ പരിശോധിച്ച് തീരുമാനിക്കാമെന്നുമാണ് വിവരാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തിൽ അന്ന് വ്യക്തമാക്കിയിരുന്നത്. ഇത് പ്രകാരം ഏതൊക്കെ പേജുകളിലെ ഏതൊക്കെ ഖണ്ഡികകളാണ് ഒഴിവാക്കിയതെന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരുന്ന മാധ്യമപ്രവർത്തകരെ സാംസ്കാരിക വകുപ്പ് അറിയിക്കുകയുണ്ടായി. എന്നാൽ ഇതിൽ പറയാതെ 49 മുതൽ 53 വരെയുള്ള പേജുകൾ ഒഴിവാക്കിയതാണ് നിലവിൽ വിവാദമായിരിക്കുന്നത്. 48-ാം പേജിലെ 93-ാം പാരഗ്രാഫിൽ സിനിമാ വ്യവസായത്തിലെ പ്രധാനപ്പെട്ട ആളുകളിൽ നിന്നുൾപ്പെടെ സ്ത്രീകൾക്ക് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നതായി
ലഭിച്ച തെളിവുകളിൽ നിന്ന് വ്യക്തമാക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലൈംഗികാതിക്രമം സംബന്ധിച്ച് തങ്ങൾക്ക് മുന്നിലെത്തിയ മൊഴികൾ വിശ്വസിക്കാതിരിക്കാൻ ആവില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് കഴിഞ്ഞുള്ള 5 പേജുകളാണ് പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നത്. 42, 43 പേജുകളിലെ 85-ാം പാരഗ്രാഫിലും 59 മുതൽ 79 വരെയുള്ള പേജുകളിലെ 44 പാരഗ്രാഫുകളും ഒഴിവാക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നു. എന്നാൽ അതിനിടയിൽ 49 മുതൽ 53 വരെയുള്ള പേജുകൾ ഒഴിവാക്കുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല. മലയാള സിനിമയിലെ മഹാവിടൻ ഉൾപ്പെട്ട ലൈംഗികാതിക്രമം സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടെ പേജുകൾ ആരും അറിയാതെ സർക്കാർ ഒഴിവാക്കിയെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നത്. കോടതി ഇപ്പോൾ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലും. യുവനടിയെ പീഡിപ്പിക്കുവാൻ കൊട്ടേഷൻ കൊടുത്ത മറ്റൊരു ജനപ്രിയ വിടന്റെ കേസ് എന്തായി? അതുപോലെ ഈ റിപ്പോർട്ടും പലർക്കും ഇനി ചാകരയാകും. ഞങ്ങൾ ഈ വീഡിയോ ഇടുമ്പോൾ ഇതിനിടയിലും ഒരു പരസ്യം വരും. മഹാവിടനും WCCയുടെ ഉദകക്രിയ ചെയ്ത ലേഡി സൂപ്പർ സ്റ്റാറും ചേർന്ന് അഭിനയിച്ച മലർജിയുടെ ആഡ് ഫിലിം. വാ, ഈ ഓണം നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞ് വേറൊരു രസകരമായ കാര്യം കൂടി പറയാം. ഇത്രയുമെല്ലാം പുകലുണ്ടാക്കി വെച്ചിട്ട് അന്തംകമ്പി സർക്കാർ ഇനി എന്ത് ചെയ്യണമെന്ന് പഠിക്കുവാൻ വേണ്ടി അടിയന്തരമായി ഒരു കൺസൾട്ടൻസിക്ക് 1 കോടി രൂപ അനുവദിച്ചു പോലും. മാത്രമല്ല ഒരു സിനിമ കോൺക്ലേവും സംഘടിപ്പിക്കുവാൻ പോവുകയാണ്. അതെന്നാ പുട്ടാന്ന് ലെവന്മാർക്ക് മനസ്സിലായില്ലെങ്കിലും ബ്രിട്ടോളി പൊറിഞ്ചു പറഞ്ഞത്രേ, അത് നടത്തിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ടായെന്ന്. അതുകൊണ്ടാണ് കോൺക്ലേവ് നടത്തുന്നത്. ഇരകളും വേട്ടക്കാരും ഒരു ടേബിളിന് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ചായ കുടിച്ച് പിരിയും. ചായയ്ക്ക് നല്ല കടുപ്പവും മധുരവും ഉണ്ടായിരുന്നോ എന്ന് മഹാവിടൻ ചോദിക്കും. കണക്കിനുണ്ടായിരുന്നു എന്ന് ഇരകൾ പറയുമ്പോൾ കോൺക്ലേവ് കൺക്ലൂഡ് ചെയ്യും. ബാലനും ശ്രീമതിയും കോൺക്ലേവിൽ ഉരസലുണ്ടായി തീപിടിക്കാതെ മോഡറേറ്റർമാരുടെ പണിയെടുക്കും. അതിനുശേഷം ദിലീപിന്റെ കളഞ്ഞുപോയ ദോശയും ലാലിന്റെ കഥനയും എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സൈറ്റിലേക്ക് മഹാവിടൻ യാത്രയാകും. അത് കണ്ട് കാണികൾ ആർപ്പ് വിളിക്കും. ശുഭം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.